ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം നമ്മുടെ ബോഡിയിൽ കൊളസ്ട്രോൾ കൂടുകയാണെങ്കിൽ എങ്ങനെ കുറയ്ക്കാം, അത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നതിനെ കുറിച്ചാണ്. നമ്മുടെ ബോഡിയിൽ കൊളസ്ട്രോള്, അതായത് LDL ആണ് വില്ലൻ. LDL എന്ന് പറയുന്നത് ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, HDL ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. HDL നമുക്ക് നല്ലതാണ്, നമ്മുടെ ബോഡിക്ക് എല്ലാം ആവശ്യമുള്ള സാധനമാണ്. സെല്ലുകൾക്കും അവയവങ്ങൾക്കും എല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ്, ഹാർട്ടിന് ലങ്സിന് എല്ലാത്തിനും ആവശ്യമുള്ളതാണ്. പക്ഷേ LDL എന്ന് പറഞ്ഞാൽ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ആണ് പ്രശ്നക്കാരൻ. അത് നമ്മുടെ ബോഡിയിൽ കുറയ്ക്കുക എന്നതാണ് നമ്മുടെ ആവശ്യം. നമ്മുടെ ബോഡിയിൽ ഈ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ കൂടുകയാണെങ്കിൽ നമുക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മുടെ വെള്ളത്തിന്റെ അകത്ത്, നമ്മുടെ വെള്ളം പോലെ നല്ലതുപോലെ ഒഴുകിക്കൊണ്ടിരുന്ന ബ്ലഡിന്റെ അകത്തോട്ട് എണ്ണമയം കൂടുതലുള്ള LDL അങ്ങോട്ട് ചെല്ലുമ്പോൾ അതിന് ക്ലോട്ടിംഗ് അവസ്ഥയിലോട്ട്, നമ്മുടെ ഒഴുക്ക് കുറയ്ക്കുന്ന അവസ്ഥയിലോട്ട് വരുമ്പോൾ നമ്മുടെ നല്ലതുപോലെ സർക്കുലേഷൻ നടക്കാതെ വരികയും BP കൂടുകയും അതോടൊപ്പം ഷുഗർ കൂടുകയും നമ്മുടെ ബോഡിയിൽ കൊളസ്ട്രോൾ മുഖേന ആവശ്യത്തിന് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഓരോ അവയവങ്ങൾക്ക് കിട്ടാതെ വരുമ്പോൾ, നമ്മുടെ ഹാർട്ടിലോട്ട് ആവശ്യത്തിന് ബ്ലഡ് കിട്ടാതെ വരുമ്പോൾ ഇസ്കീമിയ എന്ന അവസ്ഥയിലോട്ട് വരികയും ഹാർട്ട് അറ്റാക്ക് വരികയും നമുക്ക് ആവശ്യത്തിന് ഓരോ കിഡ്നിയും ഓരോ ഭാഗത്തോട്ടും ബ്ലഡ് ആവശ്യത്തിന് അല്ലാതെ വരുമ്പോൾ ഓരോ അവയവങ്ങൾക്കും പ്രശ്നങ്ങൾ വരികയും ചെയ്യും. ഇത് വരാതിരിക്കാൻ നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി സാധാരണയായി ടാബ്ലറ്റ് അറ്റോർവാസ്റ്റാറ്റിൻ, റോസുവാസ്റ്റിൻ എന്നുള്ള ടാബ്ലറ്റുകളാണ് സാധാരണയായി ഡോക്ടേഴ്സ് കുറിക്കുന്നത്. ഈ അറ്റോർവാസ്റ്റാറ്റിൻ എന്ന് പറയുന്നത് LDLനെയും HDLനെയും നമ്മുടെ മൊത്തം കൊളസ്ട്രോളിനെയും കുറയ്ക്കാനുള്ള കഴിവാണ് ഈ അറ്റോർവാസ്റ്റാറ്റിനുള്ളത്. പക്ഷെ റോസുവാസ്റ്റിൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ HDLനെ, നമുക്ക് ആവശ്യമുള്ള ഇതിനെ കുറയ്ക്കാൻ അത് ഇടവരുത്തുന്നില്ല. നമ്മുടെ കൂടുതൽ വേണ്ടാത്ത LDLനെ കുറയ്ക്കാനാണ് റോസുവാസ്റ്റിൻ സഹായിക്കുന്നത്. അതുകൊണ്ട് അറ്റോർവാസ്റ്റാറ്റിന് നല്ലത് റോസുവാസ്റ്റിൻ ആണ്. അതോടൊപ്പം നമുക്ക് എന്തെല്ലാം കഴിച്ചാൽ ഈ കൊളസ്ട്രോളിനെ കുറയ്ക്കാം എന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചിട്ടതിന് ശേഷം അതിന്റെ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഉലുവ തലേദിവസം വെള്ളത്തിലിട്ടതിന് ശേഷം പിറ്റേ ദിവസം ആ വെള്ളം എടുത്ത് കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കൊളസ്ട്രോള് കുറയ്ക്കാൻ സഹായിക്കും. അതിനോടൊപ്പം നമുക്ക് ഒമേഗ 3 ഫാറ്റി ആസിഡ് കൂടുതലാണെന്ന് വെച്ചാൽ നമ്മുടെ HDL കൂടുതലുള്ള ഫ്രൂട്ട്സുകൾ നമുക്ക് കൂടുതലായിട്ട് കഴിക്കുകയാണ്. അതായത് അവക്കോഡോ നല്ലൊരു ഫ്രൂട്ട്, ഒമേഗ 3 ഫാറ്റി ആസിഡ് കൂടുതലായിട്ടുള്ളതാണ്. അതിനോടൊപ്പം ആപ്പിൾ കഴിക്കാം, ഏത്തപ്പഴം കഴിക്കാം, അതിനോടൊപ്പം നമുക്ക് കഴിക്കാവുന്ന പപ്പായ കഴിക്കാം. ഫ്രൂട്ട്സുകള് സിട്രസ് ഫ്രൂട്ട്സുകളായിട്ടുള്ള ഓറഞ്ച്, നാരങ്ങ, ഗ്രേപ്സ് ഇതൊക്കെ നമുക്ക് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഒമേഗ 3 ഫാറ്റി ആസിഡ്, അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ചെറിയ മത്സ്യങ്ങൾ ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് HDL കൂട്ടുകയും ഫാറ്റി ഫുഡ്സ് ഒന്നും അധികം കഴിക്കാതിരിക്കുകയാണെങ്കിൽ, നമ്മുടെ റെഡ് മീറ്റ് മാതിരിയുള്ള ഫാറ്റി ഫുഡ്സ് ഒന്നും അധികം കഴിക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് LDL കൂടാതെ നമുക്ക് നോക്കാൻ സഹായിക്കും. നമുക്ക് മുട്ടയൊക്കെ നമ്മൾ പണ്ട് ആൾക്കാർ പറഞ്ഞു വരുന്നത് നമ്മുടെ ഇത് കൊളസ്ട്രോൾ കൂട്ടുമെന്നൊക്കെ. പക്ഷെ മുട്ടയ്ക്കകത്തൊക്കെ HDL ആണ് കൂടുതൽ. നമുക്ക് ഗുണപ്രദമായിട്ടുള്ള ലിപ്പോപ്രോട്ടീൻ, അതായത് ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ആണ് അതിനകത്ത് കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് അത് മുട്ട ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പാലാണെങ്കിൽ പാലിന്റെ പാട നീക്കിയതിനു ശേഷം ആ പാൽ ഉപയോഗിക്കുന്നതിനും കുഴപ്പമില്ല. അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം HDL കൂട്ടാതെയും LDL കുറച്ചും ആണ് നമുക്ക് നോക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്ക് കൊളസ്ട്രോൾ കുറച്ച് നമ്മുടെ ബോഡിയുടെ ഓൾ പാർട്സിലോട്ട്, അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ എക്സർസൈസ് ചെയ്യും. നല്ലതുപോലെ എക്സർസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ LDL കുറയ്ക്കാനായിട്ട് നമുക്ക് സഹായിക്കും. അങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും നമ്മുടെ ബ്ലഡ് പ്രഷറിൽ നിന്നും അതുപോലെ തന്നെ ഈ ഗ്ലൂക്കോസിന്റെ അംശത്തെ, ഗ്ലൂക്കോസ് അത് എനർജി ആയിട്ട് മാറുകയും നമുക്ക് ഗ്ലൂക്കോസ് കൂടുതലായിട്ട് നമ്മുടെ ബ്ലഡിന്റെ അകത്ത് അലിഞ്ഞ് കിടക്കാതിരിക്കുകയും അടിഞ്ഞു കൂടാതിരിക്കുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ഈ കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ, നമ്മുടെ ഹാർട്ട് അറ്റാക്കിൽ നിന്നും ബാക്കിയുള്ള അവയവങ്ങളെ എല്ലാം രക്ഷിക്കാൻ എക്സർസൈസ് നല്ലതുപോലെ സഹായിക്കും. അതുപോലെ തന്നെ ഫാറ്റി ഫുഡ്സ് അധികം കഴിക്കാതിരിക്കുക, പ്രോട്ടീൻ കൂടുതലായിട്ടുള്ള ഫുഡുകൾ കഴിക്കുക, രക്ഷ നേടുക. കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനുള്ള ഈ വഴികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക.